അങ്ങനെ റൂമിലെത്തി തണുത്തു മരിച്ച വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ചെന്ന സമയം ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മഞ്ഞു പെയ്യുന്ന, ചുറ്റിനൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞു മൂടി കിടക്കുന്ന സമയം. മൂടൽ മഞ്ഞിൽ റോഡരികിൽ കിടക്കുന്ന നമ്മുടെ വണ്ടി കാണാൻ എന്ത് അടിപൊളിയാണല്ലേ. അങ്ങനെ എല്ലാവരും റെഡിയായി വന്നതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിൽ കയറി മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ചെറിയ റോഡിലൂടെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇവിടെ റോഡ് മുഴുവൻ ചെറുതായതുകൊണ്ട് ഒരു വണ്ടി സൈഡിൽ നിർത്തിയിട്ടാൽ പിന്നെ ഇങ്ങനെ ഒരു വലിയ വണ്ടിയായിട്ട് പോകുമ്പോൾ മൊത്തത്തിൽ പെട്ടുപോകും. പോകുന്ന വഴി ഫിഡൽ ബ്രോയും കാർത്തിക് ബ്രോയും കൂടി ചേർന്ന് വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മെയിൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുധീഷ് ബ്രോ ആണെന്ന് പ്രത്യേകം പറയേണ്ടയില്ലല്ലോ. നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ കേരളത്തിലെ പ്രമുഖരുടെ ഒരു ലൈനപ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖരെയും കണ്ട് അകത്തേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇനി ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് ഈ മിനി ബസ്സിലാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഇതാണ് കാർത്തിക് ബ്രോ ആണ് നമ്മൾ ഇനി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് 2 സിനിമകൾ കൊണ്ട് ഫേമസ് ആയ ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സ്ഥലം ഏതാണെന്നുള്ളത്. അതേ ഗൈസ്, ഗുണാക്കേവിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ എൻട്രൻസിലൂടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മങ്കി ഫാമിലി എല്ലാവർക്കും വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് കൊടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഗുണാക്കേവിന്റെ അടുത്തെത്തിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ. പിന്നെ നേരെ പോയി അവിടെ അഴികെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കുറച്ചു നേരം നിന്നു. അപ്പോഴേക്കും കോട പതിയെ കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ താഴെയുള്ള ഗ്രില്ലിന്റെ മുകളിൽ കൂടി താഴോട്ട് നോക്കുമ്പോൾ കുറെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി വാച്ച് ടവറിലേക്കാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് മുകളിലേക്ക് കയറിയത്. ഞങ്ങൾക്ക് മുമ്പേ കയറിയവർ അവിടെ നിന്ന് തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ആഴം ഉണ്ടെന്ന് മനസ്സിലാവും. കോട കയറിയത് കൊണ്ട് മുന്നോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ നിന്നും താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും നിറയെ പേർ വേരിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും പോയി എടുത്തു ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തിരിച്ചിറങ്ങാൻ നേരം കോട വന്ന് നമ്മൾ പോകുന്ന വഴി മുഴുവൻ നിറഞ്ഞിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തെ ഇങ്ങനെ കിടന്ന വഴിയാണ് ഇപ്പോൾ കോട മൂടി കിടക്കുന്നത്. മഞ്ഞു മൂടി കിടക്കുന്ന വഴിയിലൂടെ ചെറിയ തണുപ്പൊക്കെ ആസ്വദിച്ച് നടക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരികെ വണ്ടിയിലേക്ക് കയറി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.